Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 9 Unit 1 Nothing Toys Activities. അപ്പോൾ Nothing Toys എന്ന പാഠഭാഗത്തുള്ള ലാസ്റ്റ് ഭാഗത്തുള്ള ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് പ്രധാനമായും നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ് എന്ന ഭാഗത്തുള്ള ക്രോസ് വേർഡ് പസിൽ, പിന്നെ എഡ്ജക്റ്റീവ്സ്, പിന്നെ സഫിക്സ് ആൻഡ് പ്രിഫിക്സ്, അതായത് അതൊരുമിച്ച് വരുന്ന എഫിക്സസ് എന്ന ഭാഗം, പിന്നെ നമ്മുടെ ആ ഒരു പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് കാർഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഡിയേഴ്സ്, നമ്മളിന്ന് ലെറ്റ്സ് പ്ലേ വിത്ത് വേർഡ്സ് എന്ന ആ ഒരു ആക്ടിവിറ്റി മുതലാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഈ ഒരു പാഠത്തിൻ്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റി നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതിലിപ്പം നമ്മൾ ഒരു ക്രോസ് വേർഡ് പസിലാണ് അല്ലേ. ഡൗട്ട് ആൻഡ് എപ്രിഹെൻഷൻ മീൻസ് മിസ് ഗിവിങ്സ്. അപ്പം നമ്മളവിടെ 1 മുതൽ താഴോട്ട് ഏതാ നമ്മൾ എഴുതേണ്ടി വരിക? മിസ് ഗിവിങ്സ് ആണ് എഴുതേണ്ടി വരിക അല്ലേ. അപ്പോൾ അതേപോലെ നമ്മളിത് കംപ്ലീറ്റ് എഴുതുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് ഓരോന്നിൻ്റെയും വേർഡ്സ് എന്തൊക്കെയാണ് വരിക എന്നുള്ളത് ഞാനിവിടെ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് ക്ലൂസ് എന്താ? ദ ക്വാളിറ്റി ഓഫ് കണ്ടിന്യൂയിങ് വിത്ത് ഡിറ്റർമിനേഷൻ. 12 ലെറ്റർ വേർഡാണ്. നമ്മൾ 2ലാണ് താഴോട്ടേക്ക് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ 2ലേക്ക് നമ്മൾ താഴോട്ടേക്ക് എഴുതുമ്പം വരുന്ന വേർഡ് എന്താ? പെർസിവറൻസ് അല്ലേ. ഓക്കെ, ഇനി തേർഡ് വൺ എന്താ? വെരി കോംപ്ലക്സ്. 9 ലെറ്റേഴ്സുള്ള ഒരു വേർഡാണ്. അപ്പോൾ അത് തേർഡിന്ന് താഴോട്ട്, തേർഡ് ലൈനിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് എന്താ നമ്മൾ എഴുതുക? ഇൻട്രിക്കേറ്റ് അല്ലേ, ഇൻട്രിക്കേറ്റ്. ഇനി നെക്സ്റ്റ് ലീപ്പിംഗ് ഓർ ജമ്പിങ്, 4th വണ്ണാണ്. അപ്പോൾ 8 ലെറ്റേഴ്സുള്ള ഒരു വേർഡാണ്. അപ്പോൾ അതെന്താ നമ്മൾ എഴുതുക? വോൾട്ടിങ് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് സീരിയസ്, സിവിയർ ഓർ ഹാർഷ് ഇൻ എപ്പിയറൻസ്, 5th വണ്ണാണ്. അപ്പോൾ ഫിഫ്ത്ത് വണ്ണ് 4 ലെറ്ററുള്ള ഒരു വേർഡാണ്, അതാണ് ഗ്രിം. ഓക്കെ, ഇനി 8th വണ്ണ് ഡൗണിലേക്ക് വരുന്ന ലാസ്റ്റാണ് 8th വണ്ണ്. ഹൈ പിച്ച്ഡ് ഷ്രിൽ ആൻഡ് ലൗഡ് സൗണ്ട് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് ടയേഴ്സ് ഓർ ബ്രേക്സ്, 7 ലെറ്ററുള്ള ഒരു വേർഡാണ് 8th വരുന്നത്. അപ്പോൾ അതെന്താണ്? സ്ക്രീച്ച് അല്ലേ. അപ്പോൾ അത് ഇനി നമ്മൾ ഡൗണിലുള്ള കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട്. ഇനി എക്രോസിൽ വരുന്ന വേർഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്രോസിൽ വരുന്നത് 6th നമ്പറിന്ന് നമ്മൾ നേരെയാണ് എഴുതേണ്ടത്. എ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പീസ്, കണ്ടൻമെൻറ്റ് അല്ലേ. ഇനി 7th വൺ എന്താ? ഫിൽഡ് ഓർ ക്രൗഡഡ്, 7 ലെറ്ററുള്ള ഒരു വേർഡാണ്, അതാണ് ക്രാംഡ്. ഓക്കെ, ഇനി 9th വൺ നോട്ട് സ്പിൽറ്റ് ഓർ ഡാമേജ്ഡ്, 8th ലെറ്ററുള്ള ഒരു വേർഡാണ്, അതാണ് അൺമെയർഡ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ആൻ ആംഗ്രി ഓർ ബാഡ് ടെമ്പേർഡ് ലുക്ക്, അതാണ് 5th ലെറ്ററുള്ള ഒരു വേർഡാണ്, അതെന്താണ് വരിക? സ്കോൾ അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എഡ്ജക്റ്റീവാണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസുകളിൽ നിന്നും എഡ്ജക്റ്റീവ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഓരോന്നും വായിച്ചിട്ട് വിശദമാക്കിയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ മാത്രം പറയാം. അപ്പോൾ എഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കിവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ടു പ്രൊവൈഡ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ നൗൺ ദാറ്റ് ഫോളോ ദം സച്ച് വേർഡ്സ് ആർ കോൾഡ് എഡ്ജക്റ്റീവ് അല്ലേ. എഡ്ജക്റ്റീവ് മേക്ക് ഡിസ്ക്രിപ്ഷൻ റിച്ചർ ആൻഡ് മോർ എഫക്റ്റീവ്. അപ്പോൾ നൗണിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന കൂടുതൽ ഇൻഫർമേഷനാണ് എഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എഡ്ജക്റ്റീവ് എന്ത് ചെയ്യും? കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആ ഒരു നൗണ് എന്താണ് എന്നുള്ളത് നമുക്ക് തരും അല്ലേ. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കാം. ദ ഡീപ് വിത്തിൻ മീ ദർ വാസ് എ വണ്ടറസ് ജോയ് അല്ലേ. ആ ജോയ് എങ്ങനെയുള്ള ജോയ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? വണ്ടറസ് ജോയ് പറഞ്ഞിട്ടുണ്ട്. സോ ലൈറ്റ് ആൻഡ് സൗണ്ട്ലെസ് വാസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദി ട്രെയിൻ. അപ്പോൾ അവിടെ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് ലൈറ്റും സൗണ്ട്ലെസ്സും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെയോ എ വണ്ടർഫുൾ ലുക്ക് വിൽ കം ഇൻ ടു ഹിസ് ഐസ് അല്ല. ആ ലുക്ക് എങ്ങനെയുള്ള നോട്ടം? എ വണ്ടർഫുൾ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു നൗണിനെ എന്താണ് അത് കൂടുതലായിട്ടുള്ള ഒരു വിവരണം നമുക്ക് നൽകുന്നത്, അതാണ് എഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. നൗ ഗോ ത്രൂ ദ ഫോളോയിങ് പാസേജ്, ഐഡൻറ്റിഫൈ ദ എഡ്ജക്റ്റീവ് ആൻഡ് നോട്ട് ദം ഡൗൺ. അപ്പോൾ ഇവിടെ
ഈ ഒരു പാരഗ്രാഫിൽ ഏതൊക്കെയാണ് എജക്റ്റീവ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിവിടെ ഞാൻ താഴെ പറയാം. ഓക്കെ. ഇമാജിൻ ദോസ് ബ്യൂട്ടിഫുൾ പെന്നിലെസ് വാണ്ടേഴ്സ് who once roamed the expanse of farmland in your youthful days. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് വരുന്നത് ആ വാണ്ടറേഴ്സിനെ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? പിറ്റിഫുൾ, പെന്നിലെസ് അല്ലേ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് ആ വാണ്ടറേഴ്സിനെ പറഞ്ഞ പിറ്റിഫുൾ, പെന്നിലെസ്, പിന്നെ ഡേയ്സ് എങ്ങനെയുള്ള ഡേയ്സാന്ന് പറഞ്ഞിട്ടുണ്ട്? യൂത്ത്ഫുൾ അല്ലേ. അപ്പോൾ അത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ വരിക? യൂത്ത്ഫുൾ ഡേയ്സ് എംബ്രേസിങ് ദർ കെയർ ഫ്രീ പ്ലേഫുൾ പ്രാങ്ക്സ് ആൻഡ് മെലോഡിയസ് ട്യൂൺസ്. അപ്പോൾ എങ്ങനെയുള്ള പ്രാങ്കാന്ന് പറഞ്ഞിട്ടുണ്ട്? കെയർ ഫ്രീ, പ്ലേഫുൾ, പിന്നെ എങ്ങനെയുള്ള ട്യൂണാണ്? മെലോഡിയസ് ട്യൂൺ. പിന്നെയോ ഹൗ മച്ച് ഐ ഓ ടു ദം ഓൾ ദ ലാഫ്, ദ പ്ലേഫുൾനെസ്, ദ ക്രേസിനെസ്, ദ പെയിൻറ്റഡ് മൈ യൂത്ത് വിത്ത് വിവിഡ് ഹ്യൂസ് അല്ലേ. എങ്ങനെയുള്ള നിറങ്ങൾ? വിവിഡ്, ക്ലിയറായ. അപ്പോൾ ഇത്രയും വേർഡ്സിനെയാണ് നമുക്കിവിടെ എജക്റ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ. അത് കഴിഞ്ഞാൽ നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹാവ് യു എവർ വണ്ടേർഡ് ഇഫ് ഇറ്റ് മൈറ്റ് ബി പോസിബിൾ ഫോർ വേർഡ്സ് ടു പുട്ട് ഓൺ ഡിഫറെൻറ്റ് ഹാറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്? വുഡ് ഇറ്റ് ബി പോസിബിൾ ഫോർ എ നൗൺ ഓർ ആൻ ആഡ്വേർബ് ടു ടേൺ ഇൻ ടു ദ എജക്റ്റീവ് ഫോർ എക്സാമ്പിൾ? അപ്പോൾ ഒരു നൗണ് ഒരു എജക്റ്റീവായി മാറുമോ എന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ പറയാം. ഐ ലൈക്ക് ക്രിക്കറ്റ് അല്ലേ. അവിടെ ക്രിക്കറ്റ് എന്താണ്? നൗണാണ്. ഇനി അതേസമയം ഞാനെന്ത് പറയാണ്? ക്രിക്കറ്റ് സ്റ്റേഡിയം ഈസ് ഫുൾ ഓഫ് വാട്ടർ അല്ലേ. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏത് സ്റ്റേഡിയത്തിനെയാണ് പറഞ്ഞത്? ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ലേ. ആ സ്റ്റേഡിയത്തിനെ അവിടെ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? ക്രിക്കറ്റ് എന്ന് പറയുന്ന വേർഡ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ അവിടെ എന്തായി? ക്രിക്കറ്റ് എജക്റ്റീവിൻ്റെ ധർമ്മമാണ് നിർവഹിക്കുന്നത്. അതുപോലെ നമുക്ക് ഇപ്പോൾ നമ്മൾ പറയാണ് ഐ ലൈക്ക് കോഫി. ഓക്കെ, ഐ ലൈക്ക് കോഫി. അവിടെ കോഫി നൗണാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് പറയാണ്? ഐ ആം കമ്മിങ് ഫ്രം നിയർ ദാറ്റ് കോഫി ഷോപ്പ്. അവിടെ ഷോപ്പ് എന്ന് പറയുന്ന നൗണിനെ കോഫി എന്ന് പറയുന്ന ആ വേർഡുമായിട്ട് എന്ത് ചെയ്യാണ്? ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു നൗണ് തന്നെ എങ്ങനെയാണ് എജക്റ്റീവിൻ്റെ ധർമ്മവും കൂടെ നിർവഹിക്കുന്നതെന്ന്. ഇനി അടുത്ത് നോക്കുമോ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് വേറെ ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് ഒരു കോമ്പൗണ്ട് എജക്റ്റീവാണ്. ഞാനത് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. കോമ്പൗണ്ട് എജക്റ്റീവ്. അപ്പോൾ കോമ്പൗണ്ട് എജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേർഡ്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് അതിന് ഒരു വേർഡിൻ്റെ മീനിങ്. ഓക്കെ, രണ്ട് ഡിഫറെൻറ്റ് വേർഡ്സിനെ കണക്ട് ചെയ്ത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് കിട്ടുക. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുന്നു? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അത്തരം വേർഡ്സിനെയാണ് നമ്മൾ കോമ്പൗണ്ട് എജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഡസ്റ്റ് ലേഡൻ winds and unexpected accidents came about suddenly. So we have to watchful and very patient. In this sentence, dust and laden are combined to create a single descriptive term to give more information about the noun. മനസ്സിലായല്ലോ? അവിടെ ആ വിൻഡ് എന്ന് പറയുന്ന ആ ഒരു നൗണിനെ ഡസ്റ്റ് ലേഡൻ എന്ന് പറയുന്ന രണ്ട് വേർഡിനെ ഒരുമിച്ചാക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് മീനിങ് തന്നെ ഡിഫറെൻ്റ് ആണ് അല്ലേ. ആ ഒരു രീതിയിൽ പൊടി നിറഞ്ഞ കാറ്റ് എന്നുള്ള ഒരു മീനിങ് ആണ് നമുക്കപ്പോൾ അവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ സച്ച് ഡിസ്ക്രിപ്റ്റീവ് ടേം കോൾഡ്. അപ്പോൾ അത്തരം ഡിസ്ക്രിപ്റ്റീവ് ടേമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് എജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ. ഇനി കോമ്പൗണ്ട് എജക്റ്റീവിൻ്റെ ഡെഫിനീഷനും അവിടെ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ദർ ആർ അതർ കോമ്പൗണ്ട് എജക്റ്റീവ് ഇൻ ദിസ് യൂണിറ്റ്. ഫൈൻഡ് ആൻഡ് നോട്ട് ദം ഇൻ ദ സ്പേസ് ബിലോ. ഇവിടെ നമുക്കൊരു 3 എഴുതേണ്ട സ്ഥലമേ ഉള്ളൂ. നമുക്ക് അതിലധികവും വേണമെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് കിട്ടും അല്ലേ. ഒന്ന് നമുക്കിപ്പോൾ ഇതിലേതൊക്കെ നമുക്ക് പറയാം? ഹൈവോൾ ഫോർട്രസ് പറയാം. ഫോർട്രസ് എന്ന നൗണിനെ നമ്മൾ ഹൈവോൾ എന്ന വേർഡ് യൂസ് ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു. മിഡിൽ ഏജ്ഡ് മാൻ എന്ന നൗണിനെ നമ്മൾ മിഡിൽ ഏജ്ഡ് വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതിന് ഫാദർ വിൽ ബി കെയർ ഫ്രീ അല്ലേ. ഫാദർ എന്താണ് അവിടെ? കെയർ ഫ്രീ. അതും 2 വേർഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ വെയ്റ്റ് ലിഫ്റ്റേഴ്സ്, ഫയർ ഫൈറ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ 2 പദങ്ങളെയാണ് ഒരുമിച്ചാക്കിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. ഓക്കെ, കാരണം വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് വല്ലാതെ കൂടുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ആൻസർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രമാണ് പോകുന്നത്. ഇനി ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ ഡെഫിനീഷൻസോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് മാത്രം എടുത്തുകൊണ്ട് അത് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. നൗ കംപ്ലീറ്റ് ദ
Now make a few common adjectives using the words given in the boxes and complete the story. One has been done for you. അല്ലേ, ഇവിടെ ഈ ബോക്സിൽ തന്നിരിക്കുന്നതിനെ മാച്ച് ചെയ്ത് അതിനുശേഷം അതിൽ താഴെ കൊടുത്തിരിക്കുന്ന ആ ലൈൻസിൽ മാച്ച് ആയിട്ടുള്ള കോമ്പൗണ്ട് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതണം. അല്ലേ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഡബിളിന് മാച്ച് ആവുന്നത് ഏതാ? സ്റ്റോറീഡ്. അല്ലേ, റെഡിന് ഏതാണ് മാച്ച് ആവുക? റെഡ് ബ്രിക്ഡ്. കൈൻഡ് ഹാർട്ടഡ്. ട്രീ ലൈൻഡ്. സോഫ്റ്റ് സ്പോക്കൺ. അങ്ങനെ ഈ വേർഡ് വെച്ചിട്ട് നമ്മളിത് ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് വൺ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ, എ സോഫ്റ്റ് സ്പോക്കൺ ഗേൾ ലിവ്ഡ് ഇൻ എ സ്മോൾ ഡാഷ്. അപ്പോൾ അവിടെ എന്താ നമ്മൾ എഴുതുക? റെഡ് ബ്രിക്ഡ് ഹൗസ് ഓൺ എ ക്വയറ്റ് ഡാഷ് സ്ട്രീറ്റ്. ട്രീ ലൈൻഡ് സ്ട്രീറ്റ്. എവറി ഡേ ഷി വാക്ക് ടു ദ നിയർ ബൈ ഡാഷ് സ്കൂൾ, ഡബിൾ സ്റ്റോറീഡ് സ്കൂൾ, വേർ ഷി വാസ് ടോട്ട് ബൈ എ ഡാഷ് ടീച്ചർ, കൈൻഡ് ഹാർട്ടഡ് ടീച്ചർ. അല്ലേ, അപ്പോൾ ഈ ആക്ടിവിറ്റി ഈ രീതിയിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ആക്ടിവിറ്റി 3 എന്താണ്? ആക്ടിവിറ്റി 3 വായിച്ച് ഒരുപാട് ഞാൻ പോകുന്നില്ല, വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ചില റൂട്ട് വേർഡിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ മുമ്പിലോ അതിൻ്റെ പിറകിലോ ആയിട്ട് ചില ലെറ്റേഴ്സ് നമ്മൾ ചേർത്ത് വേറൊരു വേർഡാക്കിയിട്ട് നമ്മൾ മാറ്റാറുണ്ട് അല്ലേ. അപ്പോൾ അത്തരം വേർഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ എഫിക്സസ് എന്ന് പറയും ചില വേർഡിൻ്റെ മുമ്പിലോ ബാക്കിലോ ആയിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ നിങ്ങൾ നോക്കിയേ, ദ എഡിഷൻ ഓഫ് അൺഎബിൾ, ably, etc. at the beginning or end of the word add shade of meaning to a word. This called effiction. Effiction എന്നാ പറയുന്നത് ഒരു വേർഡിന് എന്ത് ചെയ്യുന്നത്? ഒരു വേറൊരു മീനിങ് കൊടുക്കുന്ന ആ ഒരു രീതിയിലേക്ക് മാറും ആ റൂട്ട് വേർഡ്. ഒന്നുകിൽ അതിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ. അതിനെയാണ് നമ്മൾ കൂടിച്ചേർന്നിട്ട് എഫിക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ലെറ്ററിൻ്റെ ആരംഭത്തിലാണ്, ഒരു റൂട്ട് വേർഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇത്തരം ലെറ്റേഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രിഫിക്സ് എന്നാണ് പറയുക. ഇനി ആ റൂട്ട് വേർഡിന് ശേഷം നമ്മൾ ഇത്തരത്തിലെ ലെറ്റേഴ്സ് കൊടുത്ത് ആ ഒരു മീനിങ് കംപ്ലീറ്റ് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സഫിക്സ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വർക്കാണ് ഇവിടെ ഉള്ളത്. നൗ കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് സ്യൂട്ടബിൾ എഫിക്സസ് ടു ദ വേർഡ്സ് ടേക്കൺ ഫ്രം ദ എബവ് പാസേജ്. അപ്പോൾ നമ്മൾ സഫിക്സ് വേണ്ടടുത്ത് സഫിക്സ് ചേർക്കണം, എഫിക്സ് വേണ്ടടുത്ത് എഫിക്സ് ചേർക്കണം. റൂട്ട് വേർഡ് ഇവിടെ എന്താ ഉള്ളത്? ഫിയർ. അപ്പോൾ ഫിയറിന് നമ്മൾ സഫിക്സ് ചേർത്ത് ഫിയർഫുൾ എന്ന് ഓൾറെഡി ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അടുത്തത് എന്താണ്? വാല്യൂ ആണ്. ആ വാല്യൂക്ക് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? സഫിക്സും ആഡ് ചെയ്യണം, പ്രിഫിക്സും ആഡ് ചെയ്യണം, സഫിക്സും ആഡ് ചെയ്യണം. അപ്പോൾ ഏത് വേർഡാണ് വരിക? ഇൻവാല്യുബിൾ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് ചേർത്തു, വാല്യൂ റൂട്ട് വേർഡ് ആയിട്ടുണ്ട്. ഏബിൾ സഫിക്സ് ആയിട്ട് ചേർത്തു, ഇൻവാല്യുബിൾ. അടുത്തത് അൺബെയറബിൾ ഓൾറെഡി ടെക്സ്റ്റ് തന്നെയുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് എൻജോയ് ആണ്. എൻജോയ്ക്ക് നമ്മൾ ചേർക്കേണ്ടത് സഫിക്സ് ആണ്. അപ്പോൾ ഏബിൾ, അപ്പോൾ എൻജോയബിൾ എന്നുള്ള വേർഡ് നമുക്ക് കിട്ടും അല്ലേ. ഇനി എക്സ്ട്രീം, എക്സ്ട്രീമിനും നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? സഫിക്സ് ആണ്. അപ്പോൾ അവിടെ എന്താണ് വരിക? LY എന്ന ലെറ്റർ നമ്മൾ കൊടുത്താൽ എക്സ്ട്രീംലി. ഓക്കെ. ഇനി നെക്സ്റ്റ് ബിലീവ്. ബിലീവിന് നമ്മൾ പ്രിഫിക്സും കൊടുക്കണം, സഫിക്സും കൊടുക്കണം. അപ്പോഴെന്താ വരിക? അൺബിലീവബിൾ അല്ലേ. പ്രിഫിക്സിൻ്റെ അടുത്ത് UN-ഉം സഫിക്സിൻ്റെ അടുത്ത് നമ്മൾ ആബിളും ചേർക്കും. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഹാപ്പൺസ് വെൻ എഫിക്സസ് ആർ ആഡഡ് ടു വേർഡ്സ്. ഈ എഫിക്സസ് അതായത് പ്രിഫിക്സും സഫിക്സും ചേർക്കുമ്പോൾ വേർഡിന് എന്തൊക്കെ മാറ്റമാണ് വരുന്നത്? അപ്പോൾ ഇവിടെ 2 തന്നിട്ടുണ്ട് അല്ലേ. ചേഞ്ച് ദ മീനിങ് ഓഫ് ദ വേർഡ്. പിന്നെയോ സഫിക്സിൽ പറയുന്നുണ്ട് ചേഞ്ച് ടെൻസ് അല്ലെങ്കിൽ വേർബ് ഫോംസ് പറയുന്നുണ്ട്. പിന്നെ എന്ത് മാറ്റമാണ് വരുന്നത്? പ്രിഫിക്സിലെ ക്രിയേറ്റ് ഓപ്പോസിറ്റ്സ് അല്ലേ. അതേപോലെ സഫിക്സിലും എന്ത് വരും? ഇതേപോലെ വേർഡ്സുകൾ ചേർക്കുമ്പോൾ ക്രിയേറ്റ് ഓപ്പോസിറ്റ്സ് വരും. പിന്നെയോ പ്രിഫിക്സ് ചേർക്കുമ്പോൾ ചേഞ്ച് ദ വേർഡ് കാറ്റഗറി, ആ വേർഡിൻ്റെ കാറ്റഗറി അതിനൊരു ചേഞ്ച് വരും. അതേപോലെ തന്നെ സഫിക്സിലും ചേഞ്ച് ദ വേർഡ് കാറ്റഗറി. പിന്നെ എന്ത് വരും? ഓൾട്ടർ ദ സെൻസ് ഓഫ് ബേസ് വേർഡ്. ബേസ് വേർഡിനെ ഓൾട്ടർ ചെയ്യും അല്ലേ. അതേപോലെ സഫിക്സ് ചേർക്കുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കും? ചേഞ്ച് ദ ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എഫിക്സും സഫിക്സും ചേർക്കുമ്പോൾ സംഭവിക്കാറുണ്ട് അല്ലേ. അതിന് നമ്മൾ ഇതേ വർക്ക് തന്നെയാണ് ഈ താഴെ തന്നിരിക്കുന്ന ഈ ഒരു വേർഡ്സിൽ ഈ തന്നിരിക്കുന്ന എഫിക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേർഡ്സ് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് എഗ്രി. എഗ്രി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാം? ഡിസെഗ്രി. അങ്ങനെ എൻജോയ്, എൻജോയബിൾ. പിന്നെ ക്യുക്ക്, ക്യുക്ക്ലി. എൻജോയ് കഴിഞ്ഞാൽ ക്യുക്ക്ലി. പിന്നെ ഫ്ലെക്സ്, ഫ്ലെക്സിബിൾ. പ്ലേ, പ്ലേഫുൾ. ഹാപ്പി, ഹാപ്പിലി.
പിന്നെ അത് നെക്സ്റ്റ് വരുന്നത് merge, merged, build, building, afford, affordable, existent, നോൺ എക്സിസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് ഇത് മേർജ് സബ്മേർജും ഒക്കെ വരും കേട്ടോ. മേർജ്ഡും വരും, സബ്മേർജും വരും. ഈ ഒരു ബിൽഡിങ്, ബിൽഡ്സ്, ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിക്സും സഫിക്സും ചേർത്തിട്ട് നമുക്ക് എഴുതാം. ഞാൻ ആ വേർഡ്സ് മൊത്തമായിട്ട് ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ട വാക്ക് ഡിസ്കസ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ട്രൈ ആഡിങ് എഫിക്സസ് to different words and see if they are appreciate. Also find out what other changes occur. അപ്പോൾ ഈ ഒരു താഴെ തന്നിരിക്കുന്ന വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ബ്ലാങ്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ അതിനാവശ്യമുള്ള ലെറ്റേഴ്സ് ചേർത്ത്, അതായത് പ്രിഫിക്സോ സഫിക്സോ ചേർത്ത് വേണം അതിന് മാറ്റങ്ങൾ വരുത്താൻ അല്ലേ. അപ്പം നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഇൻ ഹർ വിവിഡ് ഡ്രീം സെൽമ ലാഗർലോഫ് മെറ്റ് ഹർ ലേറ്റ് ഫാദർ ഇൻ ഹിസ് ഡാഷ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക, ഇൻ ഹിസ് ഹെവൻ എന്ന് പറയുന്ന വേർഡാണ് വരിക. അപ്പം ഹെവൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്ത് ചേർക്കാനുണ്ട്, സഫിക്സ് ly ചേർക്കണം. എന്നിട്ട് ഹെവൻലി എബോർഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് വേറെ ചേർക്കാൻ പറ്റുക, ഫ്ലോൻ്റെ കൂടെ എന്തും കൂടെ ചേർക്കണം, ing കൂടെ കൊടുക്കണം. അപ്പോൾ ഹെവൻലി എബോർഡ് ഫ്ലോയിങ് വിത്ത് ഇമോഷൻസ് ഷീ ഡാഷ്. അവിടെ എന്താ നമ്മൾ കൊടുക്കുക, അവിടെ നമുക്ക് എന്തൂസിയാസ്റ്റിക് അതിൻ്റെ കൂടെ സഫിക്സ് യും കൂടെ ചേർത്ത് എന്തൂസിയാസ്റ്റിക്കലി ഡിസ്കസ്ഡ് വിത്ത് ഹിം ദ ഇമ്മൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ഷീ ഹാഡ് ഫോർ എവറി ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ദാറ്റ് ഹാഡ് ഹെൽപ്ഡ് ഹർ അച്ചീവ് ദ ഡാഷ് നൊബൈൽ പ്രൈസ്. അപ്പോൾ അവിടെ പ്രസ്റ്റീജിയസ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പാഷനേറ്റും സ്ട്രഗിളും നമുക്കിതിൽ യൂസ് ചെയ്യേണ്ടതില്ല, ബാക്കിയുള്ള വേർഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലെറ്റ്സ് കൺവേഴ്സ് എന്ന ഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസാണ്. ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല, കുറച്ച് എക്സ്പ്രഷൻസാണ് അല്ലേ. സീക്കിംഗ് ഓർ സ്റ്റേറ്റിംഗ് ഒപ്പീനിയൻ പറയുന്നത് നമ്മുടെ അഭിപ്രായം ആരായുന്നതും അഭിപ്രായം നമ്മൾ പറയുന്നതുമായ ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിനൊക്കെയുള്ള കുറച്ച് ഉദാഹരണങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കുക. ഞാനത് വായിച്ച് സമയം കളയുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എന്തുണ്ട്, ഹിയർ ദ ബോയ് ഈസ് സീക്കിംഗ് ഹിസ് ഫാദേഴ്സ് ഒപ്പീനിയൻ അബൌട്ട് സ്കൂൾ ലൈഫ്. ദ ഫാദർ ഈസ് ട്രൈങ് ടു കൺവിൻസ് ഹിം ബൈ സ്റ്റേറ്റിംഗ് ഹിസ് ഒപ്പീനിയൻ. വാട്ട് ആർ ദ എക്സ്പ്രഷൻ യൂസ്ഡ് ഇൻ ദ കോൺവെർസേഷൻ ടു സീക്ക് ദ ഒപ്പീനിയൻ ഓഫ് അനദർ പേഴ്സൺ ആൻഡ് ടു സ്റ്റേറ്റ് വൺ ഓൺ ഒപ്പീനിയൻ. ആ പാഠഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ. ഫാദർ ആ സ്കൂളിനെ കുറിച്ച് പറയുന്ന ഒപ്പീനിയനും ആ കുട്ടി പറയുന്ന ആൻസറും നിങ്ങൾക്കവിടെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതോടനുബന്ധിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു ആക്ടിവിറ്റിയാണ് ഏത്, ഇവിടെ ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരുപാട് എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ എക്സ്പ്രഷനെ നമ്മൾ അതിൻ്റെ താഴെയുള്ള ബോക്സിൽ സീക്കിംഗ് ഒപ്പീനിയനും സ്റ്റേറ്റിംഗ് ഒപ്പീനിയനുമായിട്ട് എഴുതുകയാണ് വേണ്ടത്. ഞാനതെന്ത് ചെയ്യാം, ഇവിടെ അത് രണ്ടും മാറ്റി എഴുതിയിട്ടുള്ള പോർഷൻസ് ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, അടുത്തത് ഇതിൽ വരുന്ന അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ സെൽമ ലാഗർലോഫ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു വേർഡ് ഐ ഓ ദം ഗ്രാറ്റിറ്റ്യൂഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്ന ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആക്ടിവിറ്റി എന്താണെന്ന് മാത്രം ഞാൻ പറയാം. ഇവിടെ ഒരു ഗ്രീറ്റിംഗ് കാർഡിൻ്റെ മോഡലും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ് വേണ്ടത്, പ്രിപ്പയർ എ ഗ്രാറ്റിറ്റ്യൂഡ് കാർഡ് താങ്കിങ് യുവർ പാരൻറ്റ്സ് ഫ്രണ്ട്സ് ഫോർ ദർ ലവ് ആൻഡ് സപ്പോർട്ട്. അത് വെച്ചിട്ട് നമ്മളും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാർഡ് അല്ലേ, താങ്ക് യു കാർഡ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഓൾറെഡി ഒരു മോഡൽ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് തരാം. ഓക്കെ, നമുക്ക് താങ്ക് യു കാർഡിൻ്റെ ഒരു കണ്ടൻറ്റ് എന്താണെന്ന് നോക്കാം. ടെക്സ്റ്റിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലേ ഔട്ടൊക്കെ കൊടുത്ത് മുകളിലൊരു താങ്ക് യു ഒക്കെ എഴുതി, അതേപോലെ തന്നെ ഡേറ്റൊക്കെ കൊടുത്ത് സൈഡിൽ സാല്യൂട്ടേഷൻ മുതലാണ് ഞാനിവിടെ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഡിയർ എന്ന് പറഞ്ഞിട്ട് ഡിയർ മാം അല്ലെങ്കിൽ ഡിയർ ഡാഡ്, ഇനി ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സിനാണെങ്കിൽ ഡിയർ എന്ന് പറഞ്ഞിട്ട് ഡിയർ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ടിൻ്റെ പേര് എഴുതിയിട്ടൊക്കെ നിങ്ങൾക്ക് തുടങ്ങാം. ഈ ഒരു കണ്ടൻറ്റ് തന്നെ നമുക്ക് എന്തിന് യൂസ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്കിതിൽ എഴുതുക? ഐ വാണ്ടഡ് ടു ടേക്ക് എ മൊമെൻറ്റ് ടു എക്സ്പ്രസ് മൈ ഡീപ്പസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് യു ഹാവ് ഗിവൺ മീ. Your encouragement, guidance, and unwavering belief in me have made all the difference in my life. Whether it is been celebrating my success or helping me through tough times, you have always been there with open arms and a kind heart. I am so incredibly lucky to have you in my life, and I cherish every moment we share. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കണ്ടൻ്റായിട്ട് നമുക്ക് എന്തുകൂടി എഴുതാം? ലാസ്റ്റ് ഒരു പാരഗ്രാഫും കൂടി എഴുതാം. അതെങ്ങനെയാണെന്നും കൂടെ പറയാം. താങ്ക് യു ഫോർ ബീയിങ് മൈ റോക്ക്, മൈ ഇൻസ്പിരേഷൻ ആൻഡ് മൈ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടേഴ്സ്. ഐ കുഡിൻറ്റ് ഹാവ് കം ദിസ് ഫാർ വിത്തൗട്ട് യു ആൻഡ് ഐ ലുക്ക് ഫോർവേഡ് ടു മെനി മോർ മെമ്മറീസ് ടുഗദർ വിത്ത് ഓൾ മൈ ലവ് ആൻഡ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഗ്രാറ്റിറ്റ്യൂഡ് കാർഡ്, ഈ താങ്ക് യു കാർഡ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പാഠഭാഗത്തിലുള്ള കംപ്ലീറ്റ് ആക്ടിവിറ്റീസും നമ്മൾ ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പാഠവുമായിട്ട് വൈകാതെ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു.